ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യത്തിൽ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആധാർ കാർഡ് കിട്ടാൻ ഒരു വഴിയും ഇല്ല എന്നുള്ള വിഷമത്തിലാട്ടോ നമ്മളെ നിധി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം നമ്മളെ സുധീഷാണെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ആരെങ്കിലും പരിചയമുള്ളവരെ വിളിച്ച് നോക്കട്ടെ, എന്നിട്ട് എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇനി പിന്നീട് ചെയ്യാം, നമ്മൾ വഴി കിട്ടുന്ന വഴിയൊക്കെ നമ്മൾ ട്രൈ ചെയ്തല്ലോ, എന്നിട്ടും ഇതൊന്നും ശരിയായില്ലല്ലോ, ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം, സുധീഷ് ഇപ്പം അത് വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനെ വിളിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് വരുമ്പോൾ ഇവർ കാണുന്ന കാഴ്ച, ബ്രോക്കർ വീട്ടിൽ നിൽക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ കാര്യവുമായിട്ട് വന്നതാണ്. അപ്പം അച്ഛനും കൂടി അതിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷാണ് ചോദിക്കുന്നുണ്ട്, ഓ സുഭാഷ് ഏട്ടൻ്റെ കല്യാണമൊക്കെ ഒന്ന് ആലോചിച്ച് തുടങ്ങിയില്ലേ അച്ഛൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബ്രോക്കർ പറയുന്നുണ്ട്, അച്ഛൻ എന്നെ റോഡിൽ നിന്ന് ഭീഷണിപ്പെടുത്തി, നമ്മളെ സുഭാഷിൻ്റെ കല്യാണം റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ ഈ ബ്രോക്കർ കുപ്പായം ഇട്ടുകൊണ്ട് എന്തിനാണ് നടക്കുന്നതെന്ന് ചോദിച്ചു, അതുകൊണ്ട് ഞാനതൊന്ന് ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഏതാ കുട്ടി എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നികേഷ് പറയുന്നുണ്ട്, നമ്മുടെ സുഭാഷ് ഏട്ടൻ പരിപ്പുവട ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തില്ല, ആ കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു തവണ വേണ്ടാന്ന് വെച്ച കാര്യമല്ലേ, സുഭാഷ് ഏട്ടൻ അവിടെ പോയി പെണ്ണ് കണ്ടിരുന്നല്ലോ, അവർക്ക് ഓക്കെ അല്ല എന്നല്ലേ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, വീണ്ടും ആലോചിക്കാമെന്നാണ് അവർ പറയുന്നതാണ് ബ്രോക്കർ പറയുന്നത്. അപ്പം നമ്മളെ നിധിക്കാണെങ്കിലും സുധീഷിനാണെങ്കിലും എല്ലാവർക്കും സന്തോഷമായിട്ടോ. അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഈ കല്യാണം നടക്കുന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങോട്ട് രണ്ടാമതും വന്നതല്ലേ എന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ട്. ബ്രോക്കർ ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, സുഭാഷ് ആ പെൺകുട്ടിയെ വീണ്ടും പോയി കണ്ടിരുന്നു ആരും അറിയാതെ, അങ്ങനെയാണ് വീണ്ടും അവർ കല്യാണം ആലോചിക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരാകെ ഞെട്ട് കേട്ടോ, സുഭാഷ് ഏട്ടൻ അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടൊരു പെൺകുട്ടിയൊക്കെ കാണുമോ. അപ്പോൾ ഇവർക്കും സംശയമായി. അങ്ങനെ സുഭാഷ് ഏട്ടൻ വന്നിട്ട് ഇവരത് ചോദിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ. അങ്ങനെ സുഭാഷ് ഏട്ടൻ പണി കഴിഞ്ഞ് വരുന്നത് വരെ ഇവർ വെയിറ്റ് ചെയ്തു. വന്ന പാടെ സുഭാഷ് ഏട്ടനെ എല്ലാവരും കൂടി വട്ടമിട്ട് ചോദിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പം നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഇപ്പോൾ പണി കഴിഞ്ഞ് വന്നേ അല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ നമ്മൾ സുഭാഷ് ഏട്ടനെ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടി എന്താ ഇങ്ങനെ നിൽക്കുന്നത്, ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ, എന്താ കാര്യം പറയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാന്ന് പറയുമ്പോൾ, പറ്റില്ല ഇപ്പം തന്നെ കേൾക്കണം എന്ന് പറയണം. അപ്പം നമ്മളെ സുധീഷ് കാര്യം പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ആരും അറിയാതെ ഒരു പെൺകുട്ടിയെ പോയി കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ അത് ഏത് പെൺകുട്ടി, ഞാനെങ്ങനെ ഏത് പെൺകുട്ടിയെ ഒറ്റയ്ക്ക് പോയി കാണാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഹരീഷ് ആണെങ്കിൽ നേരെ ചൊവ്വേ കാര്യം പറഞ്ഞ്, ആ ആലിങ്ങിലുള്ള ആ പെൺകുട്ടി നമ്മളെ പരിപ്പുവട ഉണ്ടാക്കാൻ പഠിപ്പിച്ച പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോൾ സുഭാഷ് ഏട്ടന് കാര്യം മനസ്സിലാവും കേട്ടോ. അപ്പോൾ സുഭാഷ് ഏട്ടൻ ലാസ്റ്റ് സമ്മതിക്കുന്നുണ്ട്, ആ പെൺകുട്ടി എന്നെ കാണണമെന്ന് പറഞ്ഞു, അവിടെ പെണ്ണ് കണ്ടു പോയ അന്ന് എന്നോട് പറഞ്ഞു നാളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പം സുധീഷ് ചോദിക്കുന്നുണ്ട്, കണ്ടിട്ട് എന്ത് പറഞ്ഞു, അതും കൂടി ഒന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ, അതെനിക്ക് ഓർമ്മയില്ല, എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നുണ്ട് സുഭാഷ് ഏട്ടൻ. അതോ ഇപ്പോൾ ഒരു മാസമായിട്ടില്ലേ എന്നും പറയുന്നു. സുധീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യം ഒരു ആൺകുട്ടി ഒരിക്കലും മറക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിധിക്കിട്ടൊന്ന് കൊട്ടിയതാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. നിധി ഒന്ന് അങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ നികേഷ് ആണെങ്കിലും ഗോൾ അടിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ സുഭാഷ് ഏട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ചെയ്യുന്നവരാരും വിചാരിച്ചില്ല, പക്ഷെ ജസ്റ്റ് ചിലപ്പോൾ ആ പെൺകുട്ടി ഒന്ന് കാണണം പേഴ്സണലായിട്ടെന്ന് പറഞ്ഞപ്പോൾ പോയി കണ്ടതായിരിക്കാം. അപ്പോൾ നമ്മളെ ഹരീഷും എല്ലാവരും കൂടി അതിനിട്ടിട്ടൊന്ന് താങ്ങുന്നുണ്ട് കേട്ടോ, സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ഇപ്പോൾ ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇവരതൊന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ സുഭാഷ് ഏട്ടൻ കണ്ണാടിൻ്റെ മുന്നിൽ പോയിട്ട് നോക്കുന്നുണ്ട്, എന്നിട്ട് നോക്കിയിട്ട് ഇങ്ങനെ സ്വയം ആലോചിക്കുന്നുണ്ട്, എന്നാലും അവരെന്തിനാ ഇപ്പോൾ ആ കാര്യം ചോദിച്ചത്, അതൊരു മാസമായില്ലേ, പിന്നെ അവരോട് ഇത് ആരായിരിക്കും പറഞ്ഞതെന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആരോ എന്തോ പറഞ്ഞോട്ടെ എന്നുള്ള ലെവലിൽ പിന്നെ സുഭാഷ് ഏട്ടൻ അത് കാര്യമാക്കാതെ വിടുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അടുത്ത ദിവസം നമ്മളെ സുധീഷും നിധിയും കൂടി കാറിൽ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പരിപ്പുവട ഉണ്ടാക്കാൻ പഠിപ്പിച്ച ആ കുട്ടിയുടെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടേക്ക് കയറി ചെല്ലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബ്രോക്കർ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇവരെ സ്വീകരിക്കും. അവിടെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. വന്ന പാടെ നമ്മളെ സുധീഷിനും നിധിക്കും ചായയൊക്കെ കൊടുക്കുന്നുണ്ട് അവരുടെ അമ്മ. അങ്ങനെ നിധിയെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇത് നിധി എൻ്റെ വൈഫാണ്, സുധീഷിൻ്റെ വൈഫാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി പരസ്പരം സംസാരിക്കാൻ കേട്ടോ. നിങ്ങൾക്ക് എന്തോ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിയെ എടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ആ കുട്ടിയുടെ പേര് കവിത എന്നാണ്. നിധി അത് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ എന്താ കണ്ടീഷൻ എന്ന് ചോദിക്കുമ്പോൾ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് സുഭാഷിനെ ഭയങ്കര ഇഷ്ടമായി, ഞങ്ങൾ അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും മോശമായിട്ടൊന്നും കേട്ടിട്ടില്ല, നല്ല പയ്യൻ എന്നാണ് കേട്ടത്, പക്ഷെ ആ വീടിനെ കുറിച്ച് നാട്ടുകാരൊക്കെ പല മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ എങ്ങോട്ടാക്കി അതിൽ ചെറിയൊരു വിഷമമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം വേണ്ടാന്ന് വെച്ചത്. എന്തായാലും ഞങ്ങൾ സുഭാഷിനെ കണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, എന്തായാലും ആ വീട്ടിലേക്ക് ഞങ്ങൾക്ക് അയക്കാൻ താല്പര്യമില്ല, അവിടുന്ന് സുഭാഷ് മാറി താമസിക്കുകയാണെങ്കിൽ ഇതിന് ഞങ്ങൾ സമ്മതമാണ്, വേണമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ നിശ്ചയം നടത്താനും ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ സുധീഷ് നിധിക്കൊന്ന് ഞെട്ടു കേട്ടോ. അതെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സുഭാഷ് ഏട്ടൻ മാറി താമസിക്കുന്നത്, അങ്ങനെ ഇതിന് സമ്മതിക്കുന്നു തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ബ്രോക്കറാണ് പറഞ്ഞത്,
ഇതിന് സുഭാഷ് സമ്മതിക്കും, അത് ഇവരോട് സംസാരിച്ച് സമ്മതിക്കും എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഞങ്ങൾ ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് ചെറിയൊരു കണ്ടീഷനല്ലേ, അപ്പോൾ അത് നിങ്ങളോട് സംസാരിച്ച് സമ്മതിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞതെന്ന് ബ്രോക്കറും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിക്കാണെങ്കിലും അതുപോലെ തന്നെ സുധീഷിനാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് നിങ്ങളെ ഏട്ടനെ പിരിച്ചു വെക്കണം എന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്, ഒരു മാറി താമസം അത് എത്രയും പെട്ടെന്ന് നല്ലത് തന്നെയല്ലേ. ഇങ്ങനെയൊക്കെ ആവുന്ന സ്ഥിതിക്ക് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തായാലും കുഴപ്പമൊന്നുമില്ല, എന്നും പോയി വന്നാലും കുഴപ്പമില്ല, പക്ഷെ താമസം അവിടെ വേണ്ട, അത്രയും ഞങ്ങൾ പറയുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് കേൾക്കുമ്പോൾ ഇവർക്കും ഒരു ഷോക്ക് ആവും കേട്ടോ. സുഭാഷ് ഏട്ടൻ ഇതിന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇനി എന്തൊക്കെയാണ് നടക്കുകയെന്നും ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ നിശ്ചയം നടത്താം, ഈ കാര്യത്തിന് സുഭാഷ് ഏട്ടൻ സമ്മതിക്കുകയാണെങ്കിൽ എന്ന് ഇവർ വാക്ക് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു പറഞ്ഞു വെക്കലിലാണ് അവരവിടുന്ന് ഇറങ്ങി പോരുന്നത് കേട്ടോ. അപ്പോൾ ഇറങ്ങി പോരുമ്പോൾ തന്നെ നമ്മളെ സുധീഷാണെങ്കിൽ നിധിയോട് പറയുന്നുണ്ട്, ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, സുഭാഷ് ഏട്ടൻ ഇതിന് സമ്മതിക്കുന്നു തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടോ. പക്ഷേ ആ പെൺകുട്ടിക്ക് ഇതിനോട് കുറച്ചും കൂടി താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു കണ്ടീഷനാണ് പ്രശ്നം അവരുടെ. ഇങ്ങനെ സുഭാഷ് ഏട്ടന് സമ്മതിക്കുകയാണെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ കൂടെ ജീവിക്കാൻ ആ പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടെന്ന് ആ പെൺകുട്ടിയെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. എനിവേ അതുകൊണ്ടായിരിക്കുമല്ലോ ആ പെൺകുട്ടി പേഴ്സണലായിട്ട് നമ്മളെ സുഭാഷ് ഏട്ടനെ കാണണം എന്ന് പറഞ്ഞതും അവർ സംസാരിച്ചതും പിന്നെ ഈ ഒരു കണ്ടീഷൻ വെച്ചതൊക്കെ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മളെ സുഭാഷ് ഏട്ടനോട് ഇത് പറഞ്ഞിട്ട് എന്താ സംഭവിക്കുകയെന്ന് നമുക്കറിയില്ല. സുഭാഷ് ഏട്ടനെ സംബന്ധിച്ച് കുറച്ച് സങ്കടമുള്ള കാര്യമാണല്ലത്. സുഭാഷ് ഏട്ടന് അനിയന്മാരെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ജീവനാണ്. പിന്നെ ആ വീട് കൊണ്ടുപോകുന്നതൊക്കെ സുഭാഷ് ഏട്ടനാണ്. അനിയന്മാർ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും അനിയന്മാർ ഒന്നിനും ഉണ്ടാവാറില്ല, ഒക്കെ സുഭാഷ് ഏട്ടനാണ് കൈകാര്യം ചെയ്യുന്നത്. അച്ഛനെ നോക്കുന്നതായാലും അനിയന്മാരെ നോക്കുന്നതായാലും വീട്ടിലെ എല്ലാവരുടെയും ഗൈഡ് തന്നെയായിരുന്നു സുഭാഷ് ഏട്ടൻ. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ മാറുമെന്ന് പറയുമ്പോൾ ഇവർക്കും ഒരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും സുഭാഷ് ഏട്ടനോട് ഇവർ പറയാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുൻപും സുഭാഷ് ഏട്ടനോട് ആ പെൺകുട്ടി ഇത് പറഞ്ഞ സമയത്ത് സുഭാഷ് ഏട്ടനായിട്ട് വീട്ടിൽ ഇങ്ങനത്തെ ഒരു കാര്യം അവതരിപ്പിച്ചിട്ടില്ല. അത് ഇവരിപ്പോൾ ഇവിടുന്ന് പറയുമ്പോഴാട്ടോ നിധിയും സുധീഷാണെങ്കിലും അറിയുന്നത്. അപ്പോൾ ഒരു പക്ഷേ അത് നടക്കാത്തൊരു കാര്യമായതുകൊണ്ടായിരിക്കും സുഭാഷ് ഏട്ടന് വീട്ടിൽ അത് പറയാതിരുന്നത്. ഇങ്ങനെ ഒരു കണ്ടീഷൻ അവർ ഉന്നയിച്ചത് ഇവിടെ പറഞ്ഞിട്ടും കാര്യമില്ല, സുഭാഷ് ഏട്ടൻ എന്തായാലും അതിന് ഒരുങ്ങില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയാതിരുന്നത്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇവർ സുഭാഷ് ഏട്ടനോട് കാര്യങ്ങളൊക്കെ പറയാം, ഇങ്ങനെ ഒരു കണ്ടീഷനാണെന്ന് പറയാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുക കേട്ടോ. അപ്പം സുഭാഷ് ഏട്ടൻ ഇവിടെ പോകുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ നികേഷൊക്കെ നന്നായിട്ട് കരയുന്നുണ്ട് ഈ കാര്യം കേൾക്കുമ്പോൾ കേട്ടോ. ഹരീഷാണെങ്കിൽ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ എന്നും നമുക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടാൽ മതിയോ, അദ്ദേഹത്തിന് വേണ്ട ഒരു ജീവിതവും കാര്യങ്ങളൊക്കെ. അപ്പോൾ സുഭാഷ് ഏട്ടൻ ഇവിടുന്ന് മാറിക്കോട്ടെ, അത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നികേഷാണെങ്കിൽ പറയുന്നുണ്ട്, ഒരിക്കലും ഈ വീട്ടിൽ ജനിക്കേണ്ടായിരുന്നു, ഇവിടെ ഒരു ദിവസം ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ദിവസത്തേക്ക് കരയേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട്, നികേഷ് നീ എന്താ ഉദ്ദേശിക്കുന്നത്, സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കേണ്ടെന്നാണ് നീ വിചാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നിധിയാണെങ്കിൽ ഹരീഷിനെ ചീത്ത പറയുന്നുണ്ട്, എന്തിനാ ഹരീഷ് അങ്ങനെ പറയാൻ നിന്നത്, നികേഷിനെ സംബന്ധിച്ചത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, അതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കുന്നതിൽ നികേഷിന് ഇഷ്ടമില്ലാതെ ഇരുന്നിട്ടാണോ എന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമമുള്ള കാര്യം തന്നെയാണ്. സുഭാഷ് ഏട്ടൻ പോയാൽ നമ്മൾ ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കും, സുഭാഷ് ഏട്ടനാണ് ഈ വീടിൻ്റെ എല്ലാം എന്നൊക്കെ ഇവർ തമ്മിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും കണ്ണ് നിറയുന്നുണ്ട്. നമ്മളെ ഹരീഷാണെങ്കിലും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിലും അവനും സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. സുധീഷാണെങ്കിലും അവസാനം പറയുന്നുണ്ട്, നമ്മളെ സുഭാഷ് ഏട്ടൻ ഇവിടുന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്, അങ്ങനെയെങ്കിലും സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. നികേഷാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അവന് കൊച്ചുകുട്ടിയല്ലേ, അവരെ സംബന്ധിച്ച് അവനല്ലേ അവിടുത്തെ ചെറുത്, അപ്പോൾ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവന് കുറച്ച് പ്രയാസം. പിന്നെ ഈ വീട്ടിൽ സുഭാഷ് ഏട്ടനും നികേഷുമാണ് കൂടുതൽ അടുപ്പെന്ന് നമ്മളെ നിധി പറയുന്നുണ്ട് കേട്ടോ. അപ്പം നികേഷിന് എന്തായാലും സുഭാഷ് ഏട്ടൻ പോകുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും അതുപോലെ തന്നെ സഹിക്കാൻ പറ്റാത്തതും കാര്യമായിരിക്കും. അപ്പോൾ എന്തായാലും അവർ നല്ല വിഷമമുള്ള ഒരു ഘട്ടത്തിലാണ്. ഇത് ഇനി സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ സമ്മതിക്കുമോ ഇല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും നിധിയാണെങ്കിലും ഹരീഷാണെങ്കിലും അതുപോലെ തന്നെ സുധീഷാണെങ്കിലും ഒക്കെ നമ്മളെ സുഭാഷ് ഏട്ടൻ നിർബന്ധിക്കുന്നുള്ള കാര്യം ഷുവറാട്ടോ. നമ്മളെ നിധിക്കാണെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് വേണം ഈ കിളിക്കൂട് വിട്ട് പോവാൻ, എങ്കിൽ പെണ്ണുങ്ങൾ വാഴാത്ത വീടാണെന്ന് ഈ നാട്ടുകാർ പറയുന്ന കാര്യവും ശരിയായിട്ട് വരും. അതുകൊണ്ട് സുഭാഷ് ഏട്ടനോടുള്ള ഏറ്റവും വലിയ കടപ്പാടാണ് നമ്മളെ നിധിക്ക് സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിച്ചതിന് ശേഷം ഇവിടുന്ന് പോയാൽ മതി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നിധിയും ഇതിന് സമ്മതിക്കും, കല്യാണം നടക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നുള്ള കാര്യം. എന്തായാലും സുഭാഷ് ഏട്ടനെ വീട് വിട്ട് പോകുമ്പോൾ ഈ വീട്ടിലെ എല്ലാം കണ്ടു പോകുന്ന പോലെ നമുക്കും തോന്നുന്നില്ലേ. അപ്പോൾ ഇനി എന്താ നടക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക. ബൈ.